Hi students, welcome back to Learning Now. So KTU BTech 2024 scheme S2 സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ്യൂളിലുള്ള വേറെ കുറേ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരുപാട് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അത് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ മതി. പക്ഷെ അത് സിസ്റ്റമാറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ അത് പൊളിയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. സോ ഇനിഷ്യൽ സ്റ്റേജ് മുതൽക്ക് തന്നെ നമ്മുടെ പ്ലാനിങ്ങും അതേപോലെ തന്നെ അത് എങ്ങനെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ പ്ലാനിങ് വേണം, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് നമുക്ക് ഡെഡിക്കേഷൻ വേണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റോഡ് മാപ്പ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എ ബിസിനസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ നമ്മൾ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തരുന്നത്. സോ സി ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡിയേഷൻ ആണ്. അപ്പൊ ഐഡിയേഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എപ്പോഴും അത് പറയാൻ കാരണം ഒരിക്കലും വേറൊരാളുടെ ഐഡിയയുടെ പുറത്ത് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. സി ഇപ്പൊ ഒരാൾ പറയാണ് ഒരു കോഫി ഷോപ്പ് നല്ലൊരു ഐഡിയ ആണ്, നീ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഒരു കോഫി ഷോപ്പ് നമ്മുടെ ഡ്രീമിലുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു മാർക്കറ്റ് റിസർച്ച് ഒന്നും നടത്താതെ വേറൊരാൾ പറയാണ് കോഫി ഷോപ്പ് അവർ അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം ഭയങ്കര സക്സസ് ആണ്, നിങ്ങൾ പോയി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. അപ്പോ നമുക്ക് തോന്നണം നമ്മൾ ഇരിക്കുന്ന ലൊക്കാലിറ്റിയില് അത് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സിനാരിയോയില് എന്താണ് സൊസൈറ്റിക്ക് ആവശ്യമുള്ളത്, ആ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, എങ്ങനെ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് കുറേ ഐഡിയാസ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പിന്റെ കാര്യമാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ആളുകൾ ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ഈ കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ് അത് പൊളിഞ്ഞിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് സക്സസ് ആയിട്ടുള്ളത്. ഇനി അതല്ല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി ഒരു ഓൺലൈൻ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം ഫുഡ് ഡെലിവറി ഒരുപാട് ആപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവ് ഓൺ ഡിമാൻഡ് പോലെ ലൈക്ക് ടാക്സി, നമുക്ക് ടാക്സി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ടാക്സി ഓൺ കോൾ എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കുറെ ഓൺലൈൻ ബിസിനസ്. അപ്പൊ അങ്ങനെ വോട്ട് എവർ ഇറ്റ് മേ ബി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ എന്തോ ആയിക്കോട്ടെ, അത് ഡിമാൻഡ് ഉണ്ടോ, ഇന്ന് സൊസൈറ്റിയിൽ അതിന് ഡിമാൻഡ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ അത് എത്തിക്കാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നൗ സെക്കൻഡ് തിങ് ഇസ് ബിസിനസ് പ്ലാൻ. പ്ലാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, നിങ്ങൾ എത്ര പ്ലാൻ വേണമെങ്കിലും ഉണ്ടായിക്കോളൂ. അതിൽ നമ്മുടെ ഗോൾ കൃത്യമായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യണം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ടാർഗറ്റ് മാർക്കറ്റ്, അതിന്റെ ഓഡിയൻസ് ആരാണ്. സി ഇപ്പൊ നമ്മളൊരു കിഡ്സ് ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആരാണ് അതില് ആ ഒരു നമ്മൾ ആരെയാണ് അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷണൽ സ്റ്റേഷനറീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്കൂളോ കോളേജോ ഒക്കെ ആ ഒരു പ്രിമിസസിൽ വരുന്ന സ്ഥലത്തെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഒരു റിമോട്ട് ഏരിയയിൽ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല, അല്ലെ. അതേപോലെ കോഫി ഷോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ഒരു നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണ് നോർമലി നമ്മൾ കോഫി ഷോപ്പിൽ പോയി, സാധാരണ ഒരു ടീ ഷോപ്പിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകുന്ന പോലെയല്ല. അപ്പൊ ഓരോന്നിന്റെയും ടാർഗറ്റ്, നമ്മൾ ആരാണ് അവിടേക്ക് വരിക, നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിയണം. കോമ്പറ്റീഷൻ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അതേ ബിസിനസ് തുടങ്ങുന്നത് ഓൾറെഡി കുറെ വർഷങ്ങളായി ചെയ്യുന്നവരുണ്ടാവും, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും 100% മാർക്കറ്റും ഒരു ബിസിനസ്സിലേക്കും പോകുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ പോവുകയാണ്, അപ്പൊ ഇനി അയ്യോ ആ ബിസിനസ് ഇനി നമ്മൾ തുടങ്ങിയിട്ട് എന്താ കാര്യം, ഓൾറെഡി അവരല്ലേ ഈ ബിസിനസ്സിന് ഫുള്ളും. നോ, അങ്ങനെ ഒരു കാര്യമില്ല.
100% മാർക്ക് കിട്ടും ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നില്ല. നമ്മൾ തുടങ്ങുന്ന കാര്യം നമുക്ക് കൃത്യമായി പ്ലാൻ ഉണ്ട്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മാത്രം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. ഓക്കെ, പക്ഷേ കോമ്പറ്റേറ്റേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു? ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുകയാണ്, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസിൽ നമുക്ക് വിൽക്കാം, കുറഞ്ഞ പ്രൈസിലും വിൽക്കാം, സെയിം പ്രൈസിലും വിൽക്കാം. പക്ഷേ അവരത് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, അതിന്റെ സ്ട്രാറ്റജീസ് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൈസിൽ നമുക്ക് കൊടുക്കാം, സെയിം പ്രൈസിൽ കൊടുക്കാം, കുറഞ്ഞ പ്രൈസിലും കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ബഡ്ജറ്റ്, നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ അത് നമുക്ക് എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സും നമ്മൾ അതിനെക്കുറിച്ച് ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ബിസിനസ് പ്ലാൻ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ആൻഡ് തേർഡ് തിങ് ഈസ് ഇതിന്റെ ലീഗൽ സൈഡ് നമുക്ക് അറിയണം. അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് പ്രൊപ്രൈറ്റർഷിപ്പിലാണോ ചെയ്യേണ്ടത്, പാർട്ട്ണർഷിപ്പ് ആയിട്ടാണോ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ. അപ്പൊ അതിന് നമുക്ക് അതിന്റെ സർവീസ് പ്രൊവൈഡേഴ്സിനെ ചെന്ന് കണ്ട് അവർ വഴി ചെയ്താലും മതി, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൈസൻസ് നമ്മൾ എടുക്കണം, ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ എന്തൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള ലീഗൽ സൈഡ് കൂടെ നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഫണ്ടിങ്. നമുക്ക് എത്ര ഐഡിയ ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യം ചെയ്താലും ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ നമുക്ക് ക്യാഷ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ക്രൗഡ് ഫണ്ടിങ് വഴി ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് ചെയ്യാം, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്യാം. ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സും പേപ്പേഴ്സും എല്ലാം കൃത്യമാക്കിയിട്ട് വേണം ഫണ്ടിങ് എപ്പോഴും നമ്മൾ എടുക്കാനായിട്ടും. അതിന്റെ മാറ്റേഴ്സ് ഒക്കെ, അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് എക്യുപ്മെന്റ്. ലൊക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് എപ്പോഴും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. നമ്മൾ പലപ്പോഴും നമ്മൾ ടൗണിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെ ഭയങ്കര ക്രൗഡ് ആയിരിക്കും. ഈവൻ ഇപ്പൊ ഇന്ന് നമുക്കറിയാം എല്ലാവരും സ്വന്തം വാഹനത്തിൽ ട്രാവൽ ചെയ്യുന്ന, ഒരു വണ്ടി പോലും അല്ലെങ്കിൽ ഒരു 2-3 വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഇനിയിപ്പോ അവിടെ എത്ര നല്ലതാണെങ്കിലും അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കറക്റ്റ് ആയിട്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സ്കൂൾ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലായിരിക്കണം അത് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതേപോലെ നമ്മൾ റിമോട്ട് ഏരിയാസിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷോപ്സും ബിസിനസ് കാര്യങ്ങളിൽ അത് അവിടെ ചെയ്യും. ഇനി ഓൺലൈനിൽ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ആണ് ചെയ്യുന്നത്, അതിന്റെ ബാക്ക് എൻഡ് വർക്ക് നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. അതിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യാനുള്ള ഓഫീസ് നമുക്ക് റിമോട്ട് ഏരിയയിൽ ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് മാത്രമേ ഈ റിമോട്ട് ഏരിയയിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമ്മുടെ ഓഫീസ് ഇടാം. അതേസമയം കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ലൊക്കേഷനും കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ആപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതും നമ്മൾ നോക്കണം. നെക്സ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം? നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഇത് പുറത്തേക്ക് നമുക്ക് അറിയണം, അല്ലെ? ആൾക്കാരെ അറിയണം നമ്മൾ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം? അപ്പൊ നമ്മള് വളരെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രിന്റ് മീഡിയ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു തരംഗം ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാം, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം, ആഡ്സ് നമുക്ക് കൊടുക്കാം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് ചെയ്യാം. അങ്ങനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൽ അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സിൽ എത്താനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റിംഗും ഒപ്പം തന്നെ അതിന്റെ സെയിൽസ് കൂടെ ഒരുമിച്ച് വരുന്നു. പിന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതൊക്കെ ചെയ്യാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് ചെയ്യാം.
ഓപ്പൺ യുവർ ഡോർ. ഓക്കെ, അത് ഫിസിക്കൽ ആയിക്കോട്ടെ വിർച്വൽ ആയിട്ടാണോ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട്. ഇപ്പോൾ സ്വന്തം വീട്ടിലിരുന്നിട്ട് അത് വീട്ടിലൊരു റൂമിൽ ഇരുന്നിട്ട് ബിസിനസ് ചെയ്ത് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഒരുപാട് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിനും ഒരു തടസ്സമല്ല അല്ലെ, എല്ലാ ഡോർസും ഓപ്പൺ ആണ്. നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ ഏത് വഴി എവിടെ പോകണം, ഡോർ എവിടെ എന്നൊക്കെ കണ്ടുപിടിച്ച് പോകാൻ മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മൾ ബിസിനസ് അങ്ങ് ചെയ്തു, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വന്നു, പിന്നെ എല്ലാം ഓക്കെ എന്ന് വിചാരിക്കരുത്. ഡോർ തുറന്നിട്ടേ ഉള്ളൂ, നമുക്ക് നടക്കാൻ ഇനിയും ഒരുപാട് ദൂരങ്ങളുണ്ട്. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ചാലഞ്ചസ് ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാലേ നമ്മുടെ ബിസിനസ് സക്സസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ കണ്ടിന്യൂസ് അസസ്മെന്റ് വേണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഓൺടർപ്രണർ എപ്പോഴും നല്ലൊരു ലേണർ ആയിരിക്കണം, നല്ലൊരു ലിസണർ ആയിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളെ കസ്റ്റമേഴ്സിനെ കേൾക്കാനും നമ്മുടെ ടീമിലുള്ളവരെ കേൾക്കാനും അവരെന്ത് പറയുന്നു, ആ പല ഭാഗത്തു നിന്നുള്ള മെന്റേഴ്സിന്റെ ഇൻസൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അതെല്ലാം ലിസൺ ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. ഒരു കണ്ടിന്യൂസ് ലേണർ ആയിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മളൊരു 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് നമ്മൾ ആണെങ്കിൽ തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരുപാട് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളും ഓരോ ഇതും നമ്മൾ പുതിയ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നമ്മൾ പഠിക്കണം, എങ്കിലേ നമുക്ക് ആ പുതിയതിനനുസരിച്ച് പഴയ കാര്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പുതിയ കാര്യങ്ങളിലേക്കുള്ള ഒരു അഡാപ്ഷൻ, അത് ആ ഒരു മൈൻഡ് സെറ്റ് കൂടെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ് ബിസിനസ്, അതിനുള്ള ആ ഒരു റോഡ് മാപ്പ് ആണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇനി ഇതിൽ നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ബിസിനസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിന് എന്തൊക്കെ നമുക്ക് കംപ്ലയൻസ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ്, ലീഗൽ, അതിന്റെ ലീഗൽ സൈഡ്, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് ബിസിനസ് ഇത്രയാണ് വരുന്നത്. സോ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.